ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ തരംഗമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡാൻ ബിൽസേരിയൻ. ലക്ഷറി ലൈഫ്, ചുറ്റും ഹോട്ട് ബിക്കിനി ഗേൾസ്, ഗാംബ്ലിംഗ് നിറഞ്ഞ ജീവിതം, ഇതൊക്കെ കണ്ടിട്ട് ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇതാണ് ജീവിതം എന്ന് ചിന്തിച്ച പലരും ഉണ്ടായിരുന്നു ഈ ലോകത്ത്. ഡാൻ ബിൽസേരിയൻ ഒരു സമയത്ത് വേൾഡ് വൈഡ് യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പുള്ളിക്കാരനെ റോൾ മോഡലായി കണ്ടിരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ആ കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയായിട്ട് ഡാൻ ബിൽസേരിയനെ കുറിച്ച് അധികം ഒന്നും കേൾക്കുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഹോട്ട് ഗേൾസുമായിട്ട് പോസ്റ്റുകളും റീൽസുകളും ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഡാൻ ബിൽസേരിയന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ അധികം ആക്റ്റീവ് അല്ല. അധികം റീലുകളോ പോസ്റ്റുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ എന്ത് പറ്റി ഈ ഡാൻ ബിൽസേരിയൻ എന്ന് പറയുന്ന വ്യക്തിക്ക്? ഇനി പൈസ എല്ലാം പോയതാണോ, അതോ ഇനി നമ്മുടെ ആൻഡ്രൂ ടൈറ്റിന് സംഭവിച്ചതുപോലെ വല്ല ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളും പെട്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പുള്ളിക്കാരനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തോന്നി. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഡാൻ ബിൽസേരിയൻ ഈ ലക്ഷറി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ മുഴുവനും കിട്ടിയത് പുള്ളിക്കാരന്റെ ഫാദറിന്റെ കയ്യിൽ നിന്നാണ്. ഡാൻ ബിൽസേരിയൻ ഇതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് തരില്ല. ഡാൻ പറയുന്നത് പുള്ളിക്കാരൻ ഗാംബിൾ ചെയ്ത് ഉണ്ടാക്കിയ പൈസയിൽ നിന്നാണ് ഈ ലൈഫ് എല്ലാം കെട്ടി ഉയർത്തിയത് എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. പുള്ളിക്കാരന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരന്റെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഇൻഫ്ലുവൻസർ സ്റ്റൈൽ ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ അച്ഛൻ പോൾ ബിൽസേരിയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്രോഡ് ആയിരുന്നു. 1980 കാലഘട്ടങ്ങളിൽ ഈ പോൾ ബിൽസേരിയനെ ആളുകൾ വിളിച്ചിരുന്നത് കോർപ്പറേറ്റ് റൈഡർ എന്നായിരുന്നു. ഈ പോൾ ബിൽസേരിയൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു, ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരൻ പഠിച്ചത് സ്റ്റാൻഫോർഡിലും ഹാർഡ്വാർഡിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ചെയ്തിരുന്നത് കുറച്ച് ഫ്രോഡ് പരിപാടികളാണ്. പോൾ ബിൽസേരിയൻ എന്ത് ഫ്രോഡ് പരിപാടിയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരൻ ചെയ്യുന്നതിനെ നമുക്ക് സ്റ്റോക്ക് പാർക്കിംഗ് എന്ന് വിളിക്കാം. അതായത് ഏതെങ്കിലും പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ ഈ പോൾ ബിൽസേരിയൻ കണ്ടുപിടിക്കും. എന്നിട്ട് ആ കമ്പനിയുടെ 5% സ്റ്റോക്ക് പോൾ തന്നെ വാങ്ങും. അതിനോടൊപ്പം തന്നെ പോള് മറ്റ് പല സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയും കൊണ്ട് ഇതേ കമ്പനിയുടെ സ്റ്റോക്കുകൾ പലയിടങ്ങളിലായിട്ട് കുറച്ചായിട്ട് വാങ്ങി വെക്കും. അപ്പൊ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സും പോൾ ബിൽസേരിയനും തമ്മിലൊരു കരാറുണ്ട്. അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം ഇവര് പോൾ ബിൽസേരിയന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കും. അപ്പൊ അങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റും? കമ്പനിയുടെ ഒരു മെജോറിറ്റി ഓഫ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളാരായി? ഈ പോൾ ബിൽസേരിയനായി. അപ്പോ പോൾ ബിൽസേരിയൻ ഈ കമ്പനിയിൽ ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ നടത്താൻ പറ്റും. അതായത് ഒന്നെങ്കിൽ ഈ കമ്പനിയെ റീസ്ട്രക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളിൽ ഇടപെടാനോ ഒക്കെ ഈ പോൾ ബിൽസേരിയന് പറ്റും. ഇങ്ങനെ ചെയ്ത പോൾ ബിൽസേരിയൻ കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കമ്പനിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, പോൾ ബിൽസേരിയന്റെ കയ്യിലാണ് മെജോറിറ്റി സ്റ്റോക്സും ഇരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കമ്പനിയുടെ മുന്നിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ പാനിക്കാവും സ്വാഭാവികമായിട്ടും. ബിക്കോസ് അവർക്ക് അതിന്റെ അതോറിറ്റി വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ഈ പോൾ ബിൽസേരിയനുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തും. അതായത് പോൾ ബിൽസേരിയന്റെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം പോൾ പറയുന്ന വിലയ്ക്ക് തിരിച്ചു വാങ്ങിക്കോളാം എന്നുള്ളത് കമ്പനി പറയും. അപ്പം സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ ചിലപ്പം ഒരു സ്റ്റോക്ക് $10 പോൾ ബിൽസേരിയൻ വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ പോൾ ബിൽസേരിയൻ ആ സ്റ്റോക്ക് തിരിച്ചു കൊടുക്കുന്നത് $20 വീതമായിരിക്കും. അപ്പൊ അവിടെ $10 ലാഭം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കമ്പനികളെ പലയിടങ്ങളിൽ നിന്നും സ്റ്റോക്ക് പല ആളുകളിൽ നിന്നും ഇല്ലീഗലായിട്ട് വാങ്ങിപ്പിച്ച് ആ കമ്പനി റെയ്ഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കോർപ്പറേറ്റ് റെയ്ഡർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് റെയ്ഡർ ആയിരുന്നു ഈ പോൾ ബിൽസേരിയൻ. പോൾ ബിൽസേരിയൻ ഇങ്ങനെ ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി. പക്ഷെ ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് എന്തുകൊണ്ടാണ് ഇല്ലീഗൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ അതിന്റെ 5% വരെ അയാൾക്ക് ആരും അറിയാതെ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. പിന്നെ 5% മുകളിലോട്ട് വാങ്ങുമ്പോൾ ഈ പേഴ്സൺ സ്വാഭാവികമായിട്ടും നോട്ടിഫൈ ചെയ്യണം. അതായത് ഇന്ന കമ്പനിയുടെ ഇത്ര സ്റ്റോക്കുകൾ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നോട്ടിഫൈ ചെയ്താൽ എന്ത് പറ്റും? ഇനി മുതലുള്ള പർച്ചേസസിന് സ്റ്റോക്ക് വാല്യൂ ഇൻക്രീസ് ആവും ഈ പറയുന്ന വ്യക്തിക്ക്. അതുപോലെ തന്നെ കമ്പനിക്കും കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും. അതായത് ഇന്നൊരു പെർട്ടിക്കുലർ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫേമോ ഇത്രയും സ്റ്റോക്കുകൾ അക്യൂർ ചെയ്യുന്നുണ്ടെന്നുള്ളത് കമ്പനിക്കും കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പോൾ ബിൽസേരിയൻ വെറും 5% മാത്രമാണ് പേപ്പറിൽ കാണിച്ചിട്ടുള്ളൂ. മറ്റെല്ലാം വാങ്ങിയിരിക്കുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയാണ്. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോജിക്കലി 5% കൂടുതൽ പോൾ ബിൽസേരിയൻ വാങ്ങുമ്പോൾ ആ സ്റ്റോക്കിന് പർച്ചേസിംഗ് പ്രൈസും ഓബിയസ്ലി കൂടേണ്ടതായിരുന്നല്ലോ. പക്ഷെ ഈ ഒളിപ്പിച്ചു വെച്ച കാരണം കൊണ്ട് പോൾ ബിൽസേരിയന് വീണ്ടും അതേ സ്റ്റോക്ക്
വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ പുള്ളിയുടെ പേരിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് തീർച്ചയായും ഇത്രയും സ്റ്റോക്കുകൾ പോൾ ബിൽസേരിയന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഇത് കമ്പനി അറിയുന്നില്ല. അപ്പൊ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് പെട്ടെന്ന് പറയും ഞങ്ങൾ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിയുടെ സ്റ്റോക്കുകൾ കയ്യിൽ വെച്ച് ആ കമ്പനിയെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്ന കോർപ്പറേറ്റ് ട്രേഡേഴ്സിന്റെ ഈ ഒരു ആക്ടിവിറ്റിയെ ഗ്രീൻ മെയിൽ എന്നാണ് പറയുന്നത്. അതായത് ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഗ്രീൻ മെയിൽ എന്ന് പറയും. അപ്പം നാച്ചുറൽ ആയിട്ടും ഈ ഒരു കാര്യത്തിൽ പോൾ ബിൽസേറിനെതിരെ കേസ് ഉണ്ട്. ഇത് കൂടാതെ ടാക്സ് ഇൻവേഷനെതിരെയുള്ള കേസുകളും പുള്ളിക്ക് ഒരുപാടുണ്ട്. അതായത് കറക്റ്റ് സമയത്തിന് ടാക്സ് അടച്ചില്ല, അല്ലെങ്കിൽ അടയ്ക്കേണ്ട ടാക്സ് അടച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കേസുകളും പുള്ളിയുടെ പേരിലുണ്ട്. എന്നാൽ ഈ പോൾ ബിൽസേറിയൻ വളരെ ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു പൈസ പോലും തിരിച്ചു കൊടുക്കേണ്ട വന്നതുമില്ല. പുള്ളിക്കാരന് ഏകദേശം വെറും 1.5 വർഷം മാത്രമാണ് ജയിലിൽ കിടക്കേണ്ടതും വന്നത്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പോൾ ബിൽസേറിയൻ ഇങ്ങനെ ഉണ്ടാക്കിയ തട്ടിപ്പും വെട്ടിപ്പുമായി ഉണ്ടാക്കിയ എല്ലാ പൈസയും പുള്ളിക്കാരൻ ഒരു ട്രസ്റ്റ് ഫണ്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ട്രസ്റ്റ് ഫണ്ടിൽ ഇരിക്കുന്ന പൈസയെ ഈ പറയുന്ന ഗവൺമെന്റിന് തിരിച്ച് അക്വയർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് പുള്ളിക്കാരൻ മിക്ക അസറ്റുകളും വാങ്ങിയിരിക്കുന്നത് പുള്ളിക്കാരന്റെ വൈഫിന്റെ പേരിലാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരുമ്പം ഈ പോൾ ബിൽസേറിയൻ പാപ്പരാണ്, ആളുടെ പേരിൽ ഒന്നുമില്ല. അപ്പൊ ആൾ ആ ഒരു കാര്യം പറഞ്ഞ് തടിയൂരും. അപ്പൊ പക്ഷെ അല്ല, യഥാർത്ഥ പൈസ മൊത്തം കിടക്കുന്നത് എവിടെയാണ്? ഈ ട്രസ്റ്റ് ഫണ്ടിലും ഈ പറയുന്ന അസറ്റ്സ് എല്ലാം കിടക്കുന്നത് പുള്ളിക്കാരന്റെ വൈഫിന്റെ പേരിലുമാണ്. അപ്പൊ ഇതെല്ലാം അനുഭവിക്കാൻ ആർക്കാണ് യോഗം വന്നിരിക്കുന്നത്? ഡാൻ ബിൽസേറിയനാണ്. ഈ പൈസ മൊത്തം ട്രസ്റ്റ് ഫണ്ടിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഡാൻ ബിൽസേറിയനും അതുപോലെ തന്നെ ഡാൻ ബിൽസേറിയന്റെ അമ്മയ്ക്കും ഈ പറയുന്ന അച്ഛനും ഒക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ദേ ഹാഡ് എ ലക്ഷറി ലൈഫ്. അവര് അന്ന് ഒരു കേസും ഫ്രോഡ്സ്റ്ററൊക്കെ ആയിരുന്നിട്ട് പോലും അന്നും അവർ ജീവിച്ചിരുന്നത് ഭയങ്കര ഒരു മാൻഷൻ പോലൊരു വീട്ടിലാണ്. ഒരു ലക്ഷറി ലൈഫ് തന്നെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തിനിങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും അന്തകാലത്ത് ഡാൻ ബിൽസേറിയന്റെ അച്ഛൻ ഉണ്ടാക്കിയത് $62 മില്യൺ ആണ്. ഈ $62 മില്യൺ ആണ് ഇന്ന് ഡാൻ ബിൽസേറിയന് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ബാക്കിയുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത പൈസ എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഡാൻ ബിൽസേറിയന്റെ അച്ഛന്റെ ഹിസ്റ്ററി പറഞ്ഞു തന്നല്ലോ. എന്നാൽ ഇതേ ഹിസ്റ്ററി എല്ലാവർക്കും അറിയായിരുന്നിട്ട് പോലും ഡാൻ ബിൽസേറിയൻ പറയുന്നത് പുള്ളിക്കാരന് ഈ പൈസ ഒന്നും കിട്ടിയത് അച്ഛന്റെ കയ്യിൽ നിന്നല്ല എന്നാണ്. ഡാൻ ബിൽസേറിയൻ പറയുന്നത് പൈസ കിട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ പുള്ളിക്കാരൻ അതുപോലെ തന്നെ ഈ പൈസ മുഴുവൻ ബ്രദറിന് കൊടുത്തു. അപ്പൊ ഡാൻ ബിൽസേറിൻ എവിടുന്ന് പൈസ ഉണ്ടാക്കി? പുള്ളി പറയുന്നത് ഗാംബ്ലിംഗ് ചെയ്താണ് പൈസ ഉണ്ടാക്കി എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡാൻ ബിൽസേറിയൻ ഒരു നല്ല ചൂതാട്ടക്കാരനല്ല, ഡാൻ ബിൽസേറിയൻ ഒരു നല്ല ചീട്ടുകളിക്കാരനല്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഗാംബ്ലിംഗ് ഫീൽഡിൽ തന്നെ പ്രോസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ അവർ പറയുന്നത് ഈ ഡാൻ ബിൽസേറിയന്റെ സ്കിൽ സെറ്റ് ഇൻ ഗാംബ്ലിംഗ് അത്ര വലുതൊന്നുമല്ല ഇത്രയും പൈസ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പോയി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് പബ്ലിക്കലി ഡാൻ ബിൽസേറിയനോട് ചോദിച്ചപ്പോൾ ഡാൻ ബിൽസേറിയൻ ഇതിന് ഉത്തരമായി പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഒരിക്കലും ഗാംബ്ലിംഗ് ചെയ്തിരിക്കുന്നത് എക്സ്പേർട്സിന്റെ അടുത്തല്ല, പക്ഷേ ഈ റിച്ച് കിഡ്സ് ഉണ്ടല്ലോ, അതായത് അച്ഛനും അപ്പനപ്പൂപ്പന്മാരായിട്ടുണ്ടായ സ്വത്തുക്കൾ വെച്ച് ഗാംബിൾ ചെയ്യുന്ന പൊട്ടന്മാരായിട്ടുള്ള കുറെ റിച്ച് കിഡ്സ് ഉണ്ടല്ലോ, ഈ റിച്ച് കിഡ്സിന്റെ അടുത്താണ് പുള്ളിക്കാരൻ ഗാംബിൾ ചെയ്ത് അവരെ പറ്റിച്ച് അല്ലെങ്കിൽ അവരെ ഗാംബിൾ ചെയ്ത് തോപ്പിച്ചാണ് ഈ പൈസ മുഴുവൻ ഉണ്ടാക്കിയെന്നാണ് ഡാൻ ബിൽസേറിയൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ലോജിക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ. കാരണം എന്താ, പൈസ നേരാവണ്ണം ഉപയോഗിക്കാൻ അറിയാത്ത ഒരു റിച്ച് സ്പോയിൽഡ് കിഡിന്റെ കയ്യിൽ നിന്നും ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ആളുടെ മകൻ മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്തു എന്ന് പറയുന്നതിൽ വലിയ തെറ്റോ അതിശയമൊന്നുമില്ല. പക്ഷെ നമുക്കറിയില്ല, ശരി പൈസ എങ്ങനെയെങ്കിലും ഉണ്ടായെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിനുശേഷം ഡാൻ ബിൽസേറിയൻ ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാവുക, അതായത് ബിക്കിനി ഹോട്ട് മോഡൽസുകൾ നിറഞ്ഞ വീഡിയോസുകൾ ഇറക്കുക. ഡാനിന് ചുറ്റും എപ്പോഴും ആരാധക വൃന്ദം പോലെ ബിക്കിനി ഹോട്ട് ഗേൾസുകൾ ഉണ്ടായിരിക്കും. എന്തിന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് കുറച്ച് സിനിമകളിൽ വരെ ഡാൻ ബിൽസേറിയൻ അഭിനയിച്ചു. ദ ഒളിമ്പിയസ് ഹാസ് ഫോളൻ, ലോൺ സർവൈവർ, ഇക്വലൈസർ എന്നുള്ള സിനിമകളിലെല്ലാം ഡാൻ ബിൽസേറിയൻ ഈ പറയുന്ന പോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൊക്കെ പലർക്കും ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പലർക്കും പൈസ കൊടുത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ഡാൻ ബിൽസേറിയൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നിന്നാണ്. അതായത് അത്രയും സോഷ്യൽ മീഡിയയിൽ ഹൈപ്ഡായി ഫേമസ് ആയി നിൽക്കുന്ന ഡാൻ ബിൽസേറിയൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ 2019 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഡാൻ ബിൽസേറിയൻ ബിസിനസ്സിലേക്ക് കടന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് തുടങ്ങി, ഇഗ്നൈറ്റ്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഗ്നൈറ്റ് എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് കമ്പനിയാണ്. അവിടെ കഞ്ചാവ്, അതുപോലെ വെയ്പ്പ്, അതുപോലെ എനർജി ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്.
പ്രത്യക്ഷത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഡാൻ ആണ് ഈ കമ്പനി മാനേജ് ചെയ്യുന്നെങ്കിലും പക്ഷെ യഥാർത്ഥത്തിൽ ഈ കമ്പനി മാനേജ് ചെയ്യുന്നത് ഡാൻ അല്ല, പുള്ളിക്കാരന്റെ അച്ഛൻ തന്നെയാണ് പുറകിൽ നിന്ന് ഈ കമ്പനി മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സമയവും പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങുകയും അതുപോലെ തന്നെ ഫൺ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡാൻ ബിൽസറിന് എങ്ങനെ ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്കാരന്റെ ബാക്ക് എൻഡിൽ ഈ ചരട് മൊത്തം വലിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഈ ഡാൻ ബിൽസറിന്റെ അച്ഛനായിട്ടുള്ള പോൾ ബിൽസറിനാണ്. ഓഫ് കോഴ്സ് പോൾ ബിൽസറിനാണ് ഇത്രയും ബുദ്ധിയും ലോജിക്കും ഉള്ളത്. ഡാൻ ഇസ് ജസ്റ്റ് എ റിച്ച് കിഡ്. ശരി, പുള്ളിക്കാരൻ കാണിക്കുന്നതെല്ലാം പുള്ളിക്കാരൻ ലൈഫ് സ്റ്റൈൽ മെത്തേഡാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് കയ്യിലുള്ള പൈസ അടിപൊളിയാണല്ലോ, പൈസ ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചവരുടെ മുന്നിലേക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നു. അത് ഡാൻ ബിൽസറിൻ ഇത്ര നാളും തൻ്റെതാണ് എന്ന് പറഞ്ഞിരുന്ന ഹൗസ് അത് റെന്റ് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ ലീസ് ഔട്ട് ചെയ്ത ഒരു വീടായിരുന്നു. അതായത് അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ഡാൻ ബിൽസറിന്റെ പേരിലില്ല എന്നുള്ളതാണ്. ഈ ഒരു കോൺട്രവേഴ്സി തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, യഥാർത്ഥത്തിൽ ഡാൻ ബിൽസറിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നമുണ്ടോ? ഈ കാണിക്കുന്നതെല്ലാം പലയിടത്തു നിന്നും കടം മേടിച്ച എമൗണ്ട് വെച്ച് കാണിക്കുന്ന ഷോകൾ മാത്രമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ പറയാൻ തുടങ്ങി, ഒരു വ്യക്തി ഒരു വീട് റെന്റിന് എടുത്ത് താമസിക്കുന്നതോ ലീസിന് എടുത്ത് താമസിക്കുന്നതോ ഒക്കെ പുള്ളിക്കാരന്റെ ഇഷ്ടമാണ്, മാത്രമല്ല അതൊരു നല്ല ഫിനാൻഷ്യൽ ഡിസിഷന്റെ ഭാഗമായി എടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം അത് കേട്ടിട്ട് ആരാധകർ ആശ്വസിച്ചു, ശരിയായിരിക്കാം, ചിലപ്പോൾ ഡാൻ ബിൽസറിന്റെ ഒരു നല്ല ഫിനാൻഷ്യൽ ഡിസിഷന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീട് ലീസ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനി എന്തായാലും പ്രോപ്പറായിട്ട് ഓടുന്നുണ്ടല്ലോ, അപ്പൊ അത് മതി നമ്മുടെ ഡാൻ ബിൽസറിനെ സപ്പോർട്ട് ചെയ്യാനെന്നുള്ളത് അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്ങനെ ആശ്വസിച്ചിരുന്ന ഡാൻ ബിൽസറിന്റെ ആരാധകർ മുമ്പിലേക്ക് അടുത്ത ന്യൂസ് വന്നു. ഈ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഡാൻ ബിൽസേരിയന്റെ എക്സ്പെൻസീവ് ലക്ഷറി ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഡാൻ ബിൽസേരിയൻ ഉപയോഗിച്ച മിക്ക പൈസയും ഈ ഇഗ്നൈറ്റിന്റെ കമ്പനിയിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ടാവും. ഈ ഇൻവെസ്റ്റേഴ്സ് ഇട്ടിരിക്കുന്ന പൈസയാണ് ഡാൻ ബിൽസേരിയൻ എടുത്ത് കറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ കോൺട്രവേഴ്സി ആയി. രണ്ടാമതായിട്ട് ഈ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, അതിന്റെ മാർക്കറ്റിംഗ് പക്കയല്ല. അതായത് ഇവർ ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്രകാരം ഈ പ്രൊഡക്റ്റ് നല്ലതാണ് വലുതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഈ കേവലം ഡാൻ ബിൽസേരിയന്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും അങ്ങനെയൊക്കെ ഉള്ളടങ്ങൾ മാത്രമാണ് കാണുന്നത്. അല്ലാതെ എക്സ്റ്റേണലി ഇവരുടെ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസോ പ്രോപ്പർ അല്ല. മാത്രമല്ല ഇവർ പറയുന്നത് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇഗ്നൈറ്റ്. അതായത് ഇഗ്നൈറ്റിന്റെ വേപ്പ് ആണെങ്കിലും ഇഗ്നൈറ്റിന്റെ എനർജി ഡ്രിങ്ക് ആണെങ്കിലും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ലോകത്ത് പലയിടങ്ങളിലും ഇവർ പറയുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നതോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കളഞ്ഞതായിട്ടുള്ളത് കാണുന്നതോ ഒന്നും ഇല്ല. അതായത് പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രസൻസ് ഇസ് ടോട്ടലി അഗെയിൻസ്റ്റ് വാട്ട് ദേ ക്ലെയിം. അവർ പറയുന്ന പ്രകാരമുള്ള ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രസൻസ് അവിടെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരാൻ തുടങ്ങി, അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇത്രയും വിറ്റ് പോകുന്നില്ല, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഡാൻ ബിൽസേരിയൻ കാണിക്കുന്ന കണക്ക് പ്രകാരം ഒരുപാട് പ്രൊഡക്റ്റ് വിറ്റ് പോയിട്ടുണ്ടെന്നാണല്ലോ. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾക്ക് ആരാണ് വാങ്ങുന്നത്? അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം വന്നപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ ഡാൻ ബിൽസേരിയൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരന്റെ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റുകൾ ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അയച്ചു കൊടുക്കും. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അയച്ചു കൊടുത്തേക്കുന്നത് പുള്ളിക്കാരൻ കാണിക്കുന്നത് സെയിലായിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ യഥാർത്ഥ ക്ലയൻസിന് ഒരിക്കലും ഇത് വിൽക്കുന്നില്ല. മാത്രമല്ല പലപ്പോഴും ഡാൻ ബിൽസേരിയന്റെ ആളുകൾ തന്നെ ഇഗ്നൈറ്റിന്റെ പ്രൊഡക്റ്റുകൾ പലയിടത്തുനിന്നും വീണ്ടും വീണ്ടും വാങ്ങി അതിനൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആക്കി ഉണ്ടാക്കിയെടുത്തൊരു സെയിൽസിന്റെ കണക്കാണ്. അപ്പൊ ഈ സെയിൽസിന്റെ കണക്ക് കാണിച്ചിട്ട് അടുത്ത ഇൻവെസ്റ്റേഴ്സിനെ ഈ ഡാൻ ബിൽസേരിയൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള സെയിൽസ് വരുന്നുണ്ട്, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രഷൻ വരുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഡാൻ ബിൽസേരിയൻ ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞത്, ഇതൊരു മാർക്കറ്റിംഗ് ഗിമിക്ക് മാത്രമാണ്. അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിച്ച ഒരു ട്രിക്കാണ് ഈ പറയുന്ന ഫോൾസ് സെയിൽസ് എന്ന് പറയുന്ന സംഭവം. അത് യഥാർത്ഥത്തിൽ സെയിൽ നടന്നില്ലെങ്കിൽ പോലും നമ്മൾ സെയിൽ നടന്നെന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ ബില്ലിംഗ് ആയിരിക്കും. പക്ഷെ ഈ ട്രിക്കുകളൊന്നും ഇഗ്നൈറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയും പക്ക ലോസിലാണ്. മാത്രമല്ല ഈ കഞ്ചാവ് എന്ന് പറയുന്ന സംഭവം അത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പൊ ആ മാർക്കറ്റ് പ്ലേസിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനോടൊപ്പം തന്നെ ബ്രാൻഡ് ലോയൽറ്റി ഒട്ടും ഇല്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളുക. അപ്പൊ ഏകദേശം ഒരു 2023 ഡിസംബർ കാലഘട്ടം ഒക്കെ ആയപ്പോഴേക്കും ഇഗ്നൈറ്റിന്റെ സിഇഒ പൊസിഷനിൽ നിന്നും ഡാൻ ബിൽസേരിയനെ കമ്പനി എടുത്തെറിയുകയായിരുന്നു. അപ്പൊ ഇനി മുതൽ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ ഡാൻ ബിൽസേരിയൻ സിഇഒ അല്ല.
2023-24 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഡാൻ ബിൽസേരിയന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകളുടെ ഇടയിൽ വലിയ വലിയ ഗ്യാപ്പുകൾ വരാൻ തുടങ്ങി. പണ്ടൊക്കെ ഒരു ദിവസം തന്നെ 3-4 പോസ്റ്റ് ഇട്ടിരുന്ന ഡാൻ ബിൽസേരിയൻ പതുക്കെ പതുക്കെ ആഴ്ചയിൽ 1-2 ആയി. അപ്പൊ ഇതിന് എന്ത് പറ്റി എന്നുള്ളത് ഈ ഡാൻ ബിൽസേരിയന്റെ ഒരു ആരാധക കൂട്ടമുണ്ടല്ലോ, അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഡാൻ ബിൽസേരിയൻ പറഞ്ഞൊരു ഉത്തരം എന്ന് പറയുന്നത്, പുള്ളിക്കാരന് ഈ പണ്ടത്തെ കണക്ക് ബിക്നി ഗേൾസിന്റെ കൂടെ നടക്കുന്നതും ഒരുപാട് സെക്സിലൊക്കെ ഏർപ്പെടുന്നതൊന്നും പുള്ളിക്കാരന് ഇപ്പൊ പ്ലഷർ നൽകുന്നില്ല. പുള്ളിക്കാരൻ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് മാറി ഒരു ഉയർന്ന ചിന്താഗതിയിലേക്ക് പുള്ളിക്കാരൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആരാധകരോട് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോഴുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താണ് ഡാൻ ബിൽസേരിയൻ അപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ ഡാൻ ബിൽസേരിയൻ ചെയ്യുന്നത് ഫീമെയിൽസിനെ എങ്ങനെ വളയ്ക്കാം, അല്ലെങ്കിൽ ഡേറ്റിംഗ് എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കോച്ചിങ് കൊടുക്കുകയാണ് ഇപ്പൊ ഡാൻ ബിൽസേരിയന്റെ പ്രധാന പരിപാടി. ഡാൻ ബിൽസേരിയൻ പറയുന്നത്, ഡാൻ ബിൽസേരിയന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾസ് ഒന്നും തന്നെ ഡാൻ ബിൽസേരിയന്റെ പൈസ മാത്രം കണ്ടു വന്നവരല്ല, എന്നാൽ പുള്ളിക്കാരന് പെൺകുട്ടികളോട് ഇടപെടാൻ അറിയാവുന്നത് കൊണ്ടാണ് അവർ വന്നതെന്നുള്ളതാണ്. പക്ഷെ അത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പിന്നെ പുള്ളിക്കാരൻ പറയുന്നത്, പൈസ വരുന്നത് കൊണ്ട് പെൺകുട്ടികളെ വളയുന്നില്ല. പെൺകുട്ടികളെ വളക്കണമെങ്കിൽ സ്കിൽസ് തന്നെ വേണം. സ്കിൽസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ 5 പെൺകുട്ടികളെ വളയ്ക്കാൻ പറ്റുമെങ്കിൽ പൈസയും കൂടെ വരുമ്പം ഈ 5 എന്നുള്ളത് 25 പെൺകുട്ടികളായിട്ട് മാറും. അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്നാണ് ഡാൻ ബിൽസേരിയൻ പറയുന്നത്. ഇതിനോട് പൂർണ്ണമായി യോജിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം പെൺകുട്ടികളുമായിട്ട് നമുക്ക് ഇടപെടുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്, ഒരു പ്രത്യേക ഒരു നേച്ചർ ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഡാൻ ബിൽസേരിയന്റെ കാര്യത്തില് ഈ പെൺകുട്ടികളെല്ലാം തന്നെ പുള്ളിക്കാരന്റെ അടുത്ത് വന്നത് പൈസ കണ്ടിട്ട് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ കൂടെ ഇത്രയും പെണ്ണുങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഡാൻ ബിൽസേരിയൻ അത് സമ്മതിച്ചിട്ടില്ല. അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ സിഗ്മ എന്നാണ് വിളിക്കുന്നത്. ഈ സിഗ്മ വെബ്സൈറ്റിനകത്ത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഫെയിം ഇല്ലെങ്കിലും, ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പെൺകുട്ടികളെ എങ്ങനെ വളയ്ക്കാം എന്നുള്ളതിന്റെ ട്രിക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ത്രൂ പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് പൈസ അടച്ചാൽ മാത്രം മതി. അപ്പൊ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ $200 മുതൽ $100K വരെയുള്ള പാക്കേജുകളിലുള്ള അഡ്വൈസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ $200 ആണ് നിങ്ങൾ അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ത്രൂ ഡാൻ ബിൽസേരിയൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഹൗ ടു അട്രാക്ട് ഗേൾസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ കോഴ്സ് കണ്ടിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് സെൽഫായിട്ട് പഠിച്ചോണം. അല്ലെങ്കിൽ $100K ഒക്കെയാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡാൻ ബിൽസേരിയനുമായിട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേണും കാര്യങ്ങളൊക്കെ ഡാൻ ബിൽസേരിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഡാൻ ബിൽസേരിയൻ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ പെൺകുട്ടികളെ വളയ്ക്കാം എന്നുള്ളത്. ഇനി വേറെ കാര്യം ആലോചിക്കണം, ഈ വെബ്സൈറ്റ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. ഈ $200 എന്ന് പറയുന്നത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഒന്നും അല്ല, $200 പെർ മന്ത് ആണ്. അതായത് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, $200 എന്ന് പറയുമ്പം ഇന്ത്യൻ കാൽക്കുലേഷനിൽ ഏകദേശം എത്രത്തോളം എമൗണ്ട് വരും എന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് എമൗണ്ട്. അപ്പൊ അത്രയും ഇടാൻ താല്പര്യമുള്ള ആളുകളാണ് ഇതിലേക്ക് വരുന്നത്. രണ്ടാമതായിട്ട് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം, ഈ വെബ്സൈറ്റിൽ ഒരുപാട് ടെസ്റ്റിമോണിയൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടെസ്റ്റിമോണിയൽസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊന്നും തന്നെ ഡാൻ ബിൽസേരിയന്റെ ഒത്തന്റിക് ക്ലയൻസ് ഒന്നും അല്ല. കുറെ ആളുകൾ വന്നിട്ട് ഡാൻ ഇങ്ങനെയാണ്, ഡാൻ അങ്ങനെയാണ്, ഡാൻ പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ള ഒരുപാട് ഫേക്ക് ടെസ്റ്റിമോണിയൽസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ഓടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഓടുന്നുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. പിന്നെ ഡാൻ ബിൽസേരിയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. പൊളിറ്റിക്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുള്ളി ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല പൊളിറ്റിക്സിൽ. റിയൽ എസ്റ്റേറ്റ് പരിപാടി പുള്ളി ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് മാൻഷൻസും അസറ്റ്സും പുള്ളിയുടെ പേരിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പുള്ളി വിറ്റ് മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ അക്വയർ ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലീഗൽ ഇഷ്യൂസും ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അതായത് ഈ ഡാൻ ബിൽസേരിയൻ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO സ്ഥാനത്ത് നിന്ന് എടുത്ത് കളഞ്ഞു എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ ഒരു പൊസിഷൻ ഡാൻ ബിൽസേരിയന്റെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങിയത് ഡാൻ ബിൽസേരിയന് ഇഷ്ടമായിട്ടില്ല. അപ്പൊ അതിന്റെ എതിരെ പുള്ളിക്കാരൻ ഒരു ലീഗൽ കേസ് ഇഗ്നൈറ്റ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേസും പുള്ളിക്കാരൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡാൻ ബിൽസേരിയന്റെ നിലവിലെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം. പണ്ടത്തെ പെൺകുട്ടികളില്ല, ബിക്കിനി മോഡൽസ് ഇല്ല, ലക്ഷറി ലൈഫ് ഇല്ല, കാറുകളില്ല, ഒന്നുമില്ല. ഒരു സാധാരണ ജീവിതമാണ് ഡാൻ ബിൽസേരിയൻ നയിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഡാൻ ബിൽസേരിയന്റെ പേരിൽ ഇപ്പോഴും $380 മില്യൺ ആസ്തി ഉണ്ടെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. ഇപ്പൊ ഡാൻ ബിൽസേരിയൻ ആണെങ്കിലും ആൻഡ്രൂ ടേറ്റ് ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ ഒരു കാലത്ത് പെട്ടെന്ന് ഫേമസ് ആയി വരുന്ന വ്യക്തികളാണ്. ഇവരാരും നമ്മൾ ഇൻസ്പയർ ചെയ്ത് ഫേമസ് ആയവരല്ല. ഇവരെല്ലാം മനുഷ്യരുടെ ഇൻസെക്യൂരിറ്റി ഹിറ്റ് ചെയ്യാൻ നോക്കി ഫേമസ് ആയവരാണ്. അതായത് ആണുങ്ങളായാൽ പെണ്ണുങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആവണം, ഉപഗ്രഹങ്ങൾ പോലെ ഒരുപാട് പെണ്ണുങ്ങൾ അറ്റ് എ ടൈം നമ്മളെ ചുറ്റി വളഞ്ഞ് നിൽക്കണം, അതുപോലെ ലക്ഷറി സാധനങ്ങൾക്ക് മാത്രമേ നമുക്ക് ഹാപ്പിനെസ് തരാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള ഓരോ ഇൻസെക്യൂരിറ്റികൾ നമ്മളിലേക്ക് ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ശരിയാണ്, ഇവർ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച്
കാര്യങ്ങളും കൂടി ഇതിന്റെ കൂടെ ചേർക്കും. അതായത് വർക്കൗട്ട് ചെയ്യണം, പ്രോപ്പർ ഡയറ്റ് പിടിക്കണം, നല്ല പൈസ ഉണ്ടാക്കണം. അതിനോടൊപ്പം തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയും കൂടെ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഇൻസ്റ്റന്റ് ആയിട്ട് ഫെയിം ആയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഫെയിം ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഇവർ അധിക കാലം നിലനിൽക്കില്ല. ഇവരൊരു കാലത്ത് ഇങ്ങനെ ഹൈപ്പിലേക്ക് കയറി വന്ന് പെട്ടെന്ന് ഇവരെ കാണാണ്ടാവുക, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഏതെങ്കിലും കേസൊക്കെ വന്ന് പോവുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവര് വീഡിയോ ഫോമിലും അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് ആയിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന അഡ്വൈസുകൾ, ഇതിന്റെയൊക്കെ പുറകില് ഒരുപാട് പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് സീക്രട്ട് അജണ്ടകളുണ്ട്. ഈ അജണ്ടകൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ കാണുന്ന യങ്സ്റ്റേഴ്സ് ഒരിക്കലും ഇവരുടെ ഈ ഡാർക്ക് സൈഡ് കാണുന്നില്ല. ഇവരെപ്പോഴും കാണുന്നത് ഈ മുന്നിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ബിക്കിനി ഗേൾസിനെയും അതുപോലെ തന്നെ ഹോട്ട് ആയിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും മാത്രമാണ് ഈ യങ്സ്റ്റേഴ്സ് കാണുന്നത്. അപ്പൊ കഴിവതും ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒരു റോൾ മോഡൽ ആക്കാണ്ടിരിക്കാൻ നോക്കുക. അവരിൽ നിന്നും ഇൻസ്പിറേഷൻ അല്ല നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നത്, അവരിൽ നിന്നും കിട്ടുന്നത് ഇൻസെക്യൂരിറ്റി മാത്രമാണ്. എനിക്കറിയാം ഇത് ഇഗ്നോർ ചെയ്യാൻ പാടാണ്, ഇവരെ പോലുള്ളവർ ഇഗ്നോർ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഇവരുടെ വീഡിയോസ് വളരെ ഫ്ലാഷിയും അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു ചാമുണ്ട്, ആ ഒരു ചാം നമ്മളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ സസ്റ്റൈനബിൾ അല്ല. ഇവരാരും തന്നെ കൂടിപ്പോയാൽ ഒരു 3 വർഷം 4 വർഷത്തിൽ കൂടുതൽ ഇവരെ ആരെയും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സോ ദേ ആർ നോട്ട് ഇൻസ്പയറിംഗ് പീപ്പിൾ, ദേ ആർ ജസ്റ്റ് ഹിറ്റിംഗ് ഇൻസെക്യൂരിറ്റി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവർ കാണിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ ആണോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പൈസ കണ്ടിട്ട് നിങ്ങളുടെ പുറകെ നടക്കുന്ന അതിസുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളെ ആണോ വേണ്ടത്? അതൊരു സ്റ്റേബിൾ ആയി ഒരു പ്രോപ്പർ പാർട്ട്ണർ, നിങ്ങൾക്ക് കുറച്ച് കുട്ടികളൊക്കെ ആയി നല്ല ഫാമിലി അല്ലെങ്കിൽ സോഷ്യലി റെസ്പെക്ടബിൾ ആയിട്ട് ജീവിക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം? അപ്പൊ നിങ്ങളുടെ ആഗ്രഹമായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലിന് മാച്ചിങ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ആഗ്രഹങ്ങൾ അതല്ല. നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ലൈഫ് ലോങ് ഇദ്ദേഹം കാണിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങാമെന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ശരാശരി ആളുടെ ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ലൈഫ് സ്റ്റൈൽ ആണോ എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഡാൻ ബിൽസേറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരാളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഇവന്റിനെ കുറിച്ചോ ഒക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.